സമയം ആയെങ്കിയെ ന്യായീകരിക്കേണ്ട ആവശ്യമില്ലെന്ന് പിണറായി വിജയൻ പ്രതികരിച്ചു. കേൾക്കാം. അതൊന്നും വലിയ കാര്യമൊന്നുമല്ല. ധാരാളം ആളുകൾ റൗഡികൾ ഓരോന്ന് പറയാറുണ്ട്. അതൊക്കെ പോലീസ് നോക്കിക്കോളും. പിടിക്കേണ്ടവരൊക്കെ സമയത്ത് പിടിക്കും. എത്ര കാലം മുങ്ങി കിടക്കാൻ പറ്റും? പിടിക്കേണ്ടവരെ പിടിക്കും, ഒരു സംശയവും വേണ്ട. ഒരു മടിയില്ല. അർജുനായങ്കിനെ ന്യായീകരിക്കേണ്ട ആവശ്യമൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം. അയാൾക്ക് നടപടി എടുക്കണമെങ്കിൽ നടപടി എടുത്തോട്ടെ, അതിന് യാതൊരു തടസ്സവും ഞങ്ങൾക്കില്ല. ടി വി പ്രസാദ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. പ്രസാദ്, അർജുനായങ്കിയെ കിട്ടാത്തതുമായി ബന്ധപ്പെട്ട് ഈ മുതിർന്ന രാഷ്ട്രീയ നേതാക്കൾക്കൊക്കെ പ്രതികരിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്ന് കൂടി നമുക്കറിയാം. പക്ഷെ എന്തായാലും ആഭ്യന്തരമന്ത്രി തന്നെ പറയുകയാണ് അതിലൊന്നും വലിയ കാര്യമില്ല എന്നുള്ളത്. സംസ്ഥാനത്ത് പല ജില്ലകളിലും പോലീസ് അരിച്ചു പെറുക്കുന്ന സാഹചര്യമാണ്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നുണ്ട് താൻ സംരക്ഷിക്കുന്നൊന്നുമില്ല എന്നുള്ളത്. മുരളീധരന്റെ വാക്കുകളും നമ്മൾ കേട്ടു. എങ്ങനെയാണ് ഇതിപ്പോൾ രാഷ്ട്രീയപരമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സംസ്ഥാനം? റോഷിനി, അർജുനായങ്കിയും അതുപോലെ ആകാശ് തില്ലങ്കേരിയും എല്ലാം വളർന്നു പന്തലിച്ചത് കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്താണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പിന്നീട് ഏറ്റവും അവസാനം കടിച്ച പാമ്പിനെ കൊണ്ട് കൊത്തിക്കുന്ന രീതിയിലുള്ള ഇടപെടലുകളെല്ലാം പിന്നീട് നടന്നു. നമുക്കറിയാവുന്നതുപോലെ CPIM-ന്റെ അന്നത്തെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജന് പരസ്യമായി അർജുനായങ്കിയെയും ആകാശ് തില്ലങ്കേരിയെയും തള്ളിപ്പറയേണ്ടതായും വന്നു. നമുക്കറിയാവുന്നതുപോലെ CPIM-ന്റെ സൈബർ ഹാൻഡിലുകളിൽ വലിയ പിന്തുണയുണ്ടായിരുന്ന ആ രണ്ട് ചെറുപ്പക്കാരാണ് ഈ അർജുനായങ്കിയും അതുപോലെ തന്നെ ആകാശ് തില്ലങ്കേരിയും. നേരത്തെ നമുക്കറിയാവുന്നതുപോലെ CPIM-ന്റെ പ്രധാനപ്പെട്ട അനുയായികളായിരുന്നു രണ്ടുപേരും തമ്മിൽ. പക്ഷെ പിന്നീട് അവര് സ്വർണ്ണ പൊട്ടിക്കൽ, കൊട്ടേഷൻ ഉൾപ്പെടെയുള്ള കൊട്ടേഷൻ പ്രവർത്തനങ്ങൾക്ക് അതിലേക്ക് വഴിതിരിഞ്ഞു. പിന്നീട് പാർട്ടിയുടെ പ്രാദേശികമായ നേതാക്കളെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് രംഗത്തേക്കെത്തി. ആ ഘട്ടത്തിലാണിത് പാർട്ടിക്ക് തന്നെ വലിയ ഭീഷണിയാണ് എന്ന കണ്ട ഘട്ടത്തിലാണ് പരസ്യമായി തന്നെ അവരെ തള്ളിപ്പറയാൻ തീരുമാനിക്കുകയും ചെയ്തത്. പക്ഷേ ഇപ്പോഴും അവർക്ക് CPIM-ന്റെ വലിയൊരു വിഭാഗത്തിന്റെ പിന്തുണയുണ്ട് എന്നുള്ളതാണ്. നേതൃത്വത്തിന്റെ പരസ്യമായ പിന്തുണ ഇല്ലെങ്കിൽ പോലും പ്രാദേശികമായിട്ടൊക്കെ നേതാക്കന്മാരുടെ ചില പിന്തുണകൾ ഇപ്പോഴും അവർക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ഈ സാഹചര്യം കേരളത്തിലെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ നാണക്കേട് ഉണ്ടാക്കുന്നതാണ് എന്നുള്ളതാണ്. കാരണം ഓരോ ദിവസവും ഒളിവിലിരുന്നു കൊണ്ട് പോലീസിനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങളും പരിഹാസവും ഒപ്പം ഭീഷണിയുമാണ് ഈ അർജുനായങ്കിയിൽ നിന്നും ഉണ്ടാകുന്നത്. പക്ഷേ എന്നിട്ടും അർജുനായങ്കിയെ കസ്റ്റഡിയിലെടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അർജുനായങ്കി പോയ വഴിയെയുള്ള CCTV ഉൾപ്പെടെ ഇന്നും പുറത്തു വന്നിട്ടും അർജുനായങ്കിയെ തൊടാനും കഴിയുന്നില്ല. രമേശ് ചെന്നിത്തലയാണെങ്കിൽ അതിൽ വലിയ കാര്യമൊന്നുമില്ല എന്ന് പറയുമ്പോഴും പോലീസിന്റെ ഇമേജിനാണ് ഡാമേജ് ഉണ്ടാക്കുന്നത് എന്ന കാര്യം പൊതുവിൽ വലിയ ചർച്ചയുമാണ്. പക്ഷെ എന്തായാലും അർജുനായങ്കിയുടെ വിഷയം വലിയ കാര്യമായി തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് ഇന്നലെ എവിടെ നിന്നോ വന്ന ഒരു പ്രചരണം, ആ പ്രചരണത്തിന്റെ ഭാഗമായി ആ ലെഫ്റ്റ് ഹാൻഡിലുകളിലെല്ലാം ഈ രീതിയിൽ ചെയ്യാൻ ഇതെന്താ UP-യോ ബീഹാറോ എന്ന് ചോദിച്ചു മുന്നോട്ട് വന്ന ആകാശ് തില്ലങ്കേരിയുടെ പോസ്റ്റ് പോലെയുള്ള കൂടുതൽ പോസ്റ്റുകൾ ഇന്നലെ മുതൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ എന്തായാലും പ്രചരിച്ചു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ പരസ്യമായി തള്ളിക്കളഞ്ഞതുകൊണ്ട് തന്നെ CPIM-ന്റെ ഔദ്യോഗിക നേതൃത്വം അർജുനായങ്കിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു നിലപാടുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് വാസ്തവം. പക്ഷെ എന്നിരുന്നാലും കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം അർജുനായങ്കിയെ പിടിക്കാൻ കഴിയാത്തത് നാണക്കേട് തന്നെയാണ്. ഒളിവിലിരുന്ന് ഈ ഭീഷണി തുടരുമ്പോഴും. റോഷ്നി, ടി വി പ്രസാദാണ് തിരുവനന്തപുരത്ത് നിന്നും വിശദാംശങ്ങൾ നൽകിയത്. നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്.